അവള് വന്നോ? വന്നു, അപ്പുറത്തുണ്ട്. ഓ, മദാമ എത്തിയോ? നിന്നെ വാങ്ങാൻ ചെട്ടിയാരേക്കാൾ പണമുള്ളവർ ആരടി ഇവിടെ ഉള്ളത്? ഞാൻ എന്നെ വിൽക്കാൻ പോയതല്ല. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മൾ തമ്മിലുള്ള പങ്കുവെച്ചോടം ഇന്ന് അവസാനിക്കുകയാണ്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിൽ ഒരു പങ്കുവെച്ചോടം മാത്രമാണോ ഉണ്ടായിരുന്നത്? അതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? അങ്ങനെയാണോ നമ്മൾ ഇതുവരെ ജീവിച്ചത്? ആ, ഇനിയിപ്പോ അങ്ങനെ വിചാരിച്ചാൽ മതി. ശിവേട്ടനെ ആദ്യമായി ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാനും അങ്ങനെയാ വിചാരിച്ചത്. പിന്നീട് അതല്ലാതെയായി. ശിവേട്ടൻ എന്റെ എല്ലാമായി. എനിക്കാരുടെ സ്വന്തമാകാൻ കഴിയില്ല. എന്നെ ആർക്കും വിൽക്കാനും ഞാൻ തയ്യാറല്ല. ശിവേട്ടൻ എന്നെ സ്നേഹിച്ചില്ലേ? എന്റെ എല്ലാമായി ഞാൻ ശിവേട്ടനെ സ്നേഹിച്ചതല്ലേ? ഒരിക്കൽ ഞാൻ സ്നേഹിച്ചാണ്. ആ സ്നേഹമാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇന്ന് എനിക്ക് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് മാത്രം. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിനു മുമ്പ് നീയും ഞാനുമായിട്ടുള്ള കണക്ക് പറയണം. അതിനാണ് നീ വരുന്നവരെ ഞാൻ കാത്തുനിന്നത്. എന്റെയും നിങ്ങളുടെയും എന്നൊരു കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. എല്ലാം നമ്മുടേതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാനങ്ങനെ കരുതുന്നില്ല. നമുക്ക് കിട്ടിയത് നമുക്ക് പങ്കുവയ്ക്കാം. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. ശിവേട്ട, എന്താ മടിയുണ്ടോ? ഓഹരിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. നാളെ എന്തെങ്കിലും ആ ഓഹരിക്ക് വേണ്ടി നീ കണക്ക് പറയാതിരിക്കാൻ വേണ്ടിയാ. ഇതാ കിട്ടിയത് മുഴുവൻ ഇതിലുണ്ട്. ഇത് മുഴുവൻ ശിവേട്ടനെടുക്കാം. പകുതിയിലധികം ഇതിനകത്തുണ്ട്. വാങ്ങാൻ നിന്റെ സൗജന്യമൊന്നും എനിക്ക് ആവശ്യമില്ല. നാളെ ഞാൻ പോകും. ഞാൻ മാത്രമല്ല, ഞാനും സോഫി. എങ്ങോട്ടെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. എങ്ങോട്ടാണെന്ന് പറയാൻ എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എന്തിനാണെന്ന് പറയാം. പണം ഉണ്ടാക്കാൻ. കൂടെ ഞാനും വരാം ശിവേട്ട. ശിവേട്ടന് ഒരിക്കലും ഞാനൊരു ശല്യമാവില്ല. വേണ്ട, നീ എന്നെ സ്നേഹിക്കുന്നവളാണ്. എന്നെ സ്നേഹിക്കുന്നവരാരും എന്റെ കൂടെ പാടില്ല. ചേച്ചി, നീ വരുന്നുണ്ടോടി? ശിവേട്ട, പോകരുത് ശിവേട്ട. എന്നെ ഇവിടെ ഒറ്റയ്ക്കായിട്ട് പോകല്ലേ ശിവേട്ട. ശിവേട്ട, പോകരുത് ശിവേട്ട. ശിവേട്ട, സോഫി ആദ്യമായി വീട്ടിൽ വന്നപ്പോ എന്നെ കുറിച്ച് സോഫിയോട് ശിവേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ ശിവേട്ടന്റെ ഭാര്യയാണെന്നല്ലേ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ശിവേട്ടനും കൂടി ചോറ് തരാൻ വേണ്ടിയാണ് ഞാൻ കണ്ടവരുടെ കൂടെ പോയത്. ശിവേട്ടനെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടായത്. ശിവേട്ട, എന്നെ വിട്ടേച്ച് പോകല്ലേ ശിവേട്ട, എന്നെ വിട്ടേച്ച് പോകല്ലേ. സോഫി, ഒന്ന് പറയൂ സോഫി. നീ വരുന്നുണ്ടോ? ശിവേട്ട, ഓടി അവിടുന്ന്.
മുതലാളി ഉണ്ടോ? இல்ல. അപ്പയ്യ എവിടെ ഉണ്ടോ? உள்ள இருக்கு. நீங்க யாரு? ഞാൻ അപ്പയ്യയുടെ ഒരു സുഹൃത്താ. போங்க. മധുവിലക്ക് കരുണാനിധി വശനത്തിൽ ജയശങ്കർ നടിക്കും പുതിയ പടം. അപ്പയ്യ யாரு? ശിവനാ? നീ എപ്പോ വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ. വരുന്ന വഴിയാ. அப்பையா, இது யாரு? எனக்கு தெரிஞ்ச ஒரு பையனம்மா. எதுக்காக இங்க வந்திருக்காரு? ஏதாவது வேலை கிடைக்கிறதுக்காக வந்தோம். செட்டியாருக்கும் தெரிஞ்சவன் தான். அப்பையா, நீங்க இன்னைக்கு ஒர்க் ஷாப்புக்கு போகணும். வண்டி வேணும். ஃபியட் ரிப்பேர் கொடுத்து 3 நாள் ஆச்சு. அந்த மணி என்ன இப்படி பண்றான்? எனக்கு சாயங்காலம் வெளியில போகணும். வண்டி வேணும். അവരേതാ? ചെട്ടിയാർ സംസാരം. ഞാൻ വന്നവർക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പിടിക്കില്ലേ? എന്നാ ചെട്ടിയാർക്ക് പിടിച്ചാച്ചേ? നല്ല തന്റേടിയാന്ന് തോന്നുന്നു. നീ അതൊന്നും പാക്ക വേണ്ട, വാ. உனக்கு தங்கறதுக்கு வசதியான வேணும். அது நான் ஏற்பாடு பண்ணி கொடுக்குறேன். என்ன சௌக்கியமா இருக்கா? டிஃபின் கிஃபின் எல்லாம் சாப்பிட்டாச்சா? ஸ்ட்ரெயிட்டா அம்பட்ட வாராவன். എന്റെ മോൾ എവിടെ സിസ്റ്റർ? മേലെ ഉണ്ട്. എന്റെ മോൾക്ക് എന്ത് പറ്റി സിസ്റ്റർ? ഒന്നുമില്ല, വിഷമിക്കാതിരിക്കും. ഡോക്ടർ അകത്തുണ്ട്, എക്സാമിൻ ചെയ്യുകയാണ്. എന്റെ മോൾ ഇങ്ങനെ വിഷമിച്ചാണ്. മമ്മിയെ വിട്ടുപോയി ഇല്ലേ? മമ്മി ഒറ്റയ്ക്കാണ് ഇവിടെ എന്ന് മോൾക്കറിയില്ലേ? മമ്മിക്കിനി ആരുണ്ട് മോളെ? മമ്മി വന്നു മോളെ. മമ്മി തീർച്ചയായും വരാമെന്ന് പ്രോമിസ് ചെയ്തല്ലേ? മമ്മിയോട് ഒരു വാക്ക് പറയാൻ പോലും മോള് കാത്തു നിന്നില്ലല്ലോ. അവൾ പോയി സിസ്റ്റർ. എന്നെ വിട്ടേച്ച് അവൾ പോയി കളഞ്ഞു. നമ്മളിങ്ങനെ ഈ നിലയിലെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശിവേട്ട. നമ്മളെവിടെ എത്തി? എങ്ങും എത്തിയില്ല. എത്താനിരിക്കുന്നേ ഉള്ളൂ. ഇനിയും വളരണം, വലുതാകണം. ഈ ലോകം മുഴുവൻ എനിക്ക് വിലയ്ക്ക് വാങ്ങണം. എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഈ ശിവേട്ടനൊരു അത്യാഗ്രഹിയാണ്. രുക്മിണി ചേച്ചിയുടെ സ്ഥിതി എന്താണോ? അതൊന്നും ഓർക്കരുത്. ഓർത്താൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. അവൾ എങ്ങനെങ്കിലും ജീവിക്കും. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ്. ശിവേട്ടൻ ഇത്ര സ്വാർത്ഥനാണോ? സ്വാർത്ഥനാകാത്ത ഒരുത്തന് ഈ ഭൂമി ജീവിക്കാനൊക്കില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല.
ഉക്കാരപ്പയ്യ. എടാ ശിവു, നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി. എടാ കൊച്ചനെ, ഞാൻ പാലാക്കാരൻ മത്തായിയാ. കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ. ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു. ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി. ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു. ഹനുമാന്റെ വേഷം. പടം 100 ദിവസം ഓടി. നല്ല പേരും കിട്ടി. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് എന്റെ മോന്ത ആരും കണ്ടില്ല. പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, കുറേ കാലം നാട്ടുകാരെന്നെ ഹനുമാൻ മത്തായി ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും. ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ. എന്നതിന്റെ കുറവാ. 2 ടാക്സി ഓടുന്നുണ്ട്. താമസിക്കാൻ ഇതുപോലൊരു ബംഗ്ലാവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ, ഇഷ്ടം പോലെ പണം. എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന്. സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അന്നുണ്ടാകും, ഞാനുണ്ടാക്കും. சுவாமி, இங்க வேற யாராவது வரதுண்டா? என்ன தவிர ഇവിടെ വേറെ ആര് വരാനാ? சிவன் வேற யாராவது அழைச்சிட்டு வரதுண்டான்னு? ഇല്ല മുതലാളി. இங்க வேற யாரும் வரக்கூடாது. நான் மட்டும்தான் வரலாம். நான் மட்டும். அப்படி வேற யாராவது வரக்கூடியிருந்தா அவங்க தரக்கூடிய பணத்தை உனக்கு சிவனுக்கும் தானே. ഇവിടെ ആരും വരില്ല മുതലാളി. മുതലാളി അല്ലാതെ ശിവേട്ടിന് ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. எனக்கு மட்டுமா இருக்கிற பொண்ணுதான் எனக்கு தேவை. என் அன்பா இருக்கணும், என் தேவைகள் எல்லாம் பார்க்கணும். அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை. അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ? பாரிய இருக்கு. அந்த மாதிரி நிறைய பேர் இருக்கு. பட் ஆர்ட்ட இருந்தும் நான் நினைக்கிற மாதிரி அன்பு கிடைக்கல. நான் பணம் நிறைய சம்பாதிச்சாச்சு. ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது. அது புரியறதுக்கு இவ்வளவு நாளாச்சு. Too late. உனக்கு என்ன சிநேகிக்க முடியுமா? முடியுமா? இது நான் உனக்காக கொண்டு வந்தாக்கும். என்ன விலை தெரியுமா? 50,000 ரூபாய். நான் உனக்கு ஏன் தலையில தெரியுமா? நீ எனக்காக மட்டும் இருக்கிறதுதான். അങ്ങ് ഇപ്പോഴും സ്നേഹം വിലക്ക് ചോദിക്കണം. എടാ ശിവ, അവൻ ഈ ചെട്ടിയാരി പോയിട്ട് കാണുന്നില്ലടാ. അവിടേക്കാൻ പോയി പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയായിരിക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. ചേട്ടന് എവിടാ പോകണ്ടേ? വേണമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. അയാളെ വ്യായാമം ചെയ്യിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം. ചെട്ടിയാരെ വ്യായാമം ചെയ്യിക്കാനോ? പാവം, കുറച്ചാളോട് ജീവിക്കട്ടെ ചേട്ടാ. അയ്യോ, അതൊരു വെടക്ക് തടിയാ. മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളുവാ. ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡാക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ എണീച്ച് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എണീച്ച് വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും. മണി 11 ആവും. ചേട്ടനെ കണ്ട അന്നു മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെട്ടിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ? ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി. ഞാൻ പിന്നെ വേറെ ആളെ അന്വേഷിച്ച് പോകുന്നതിനാ. നല്ല കാര്യം. എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നു കളയരുത്. ഞാനൊന്നും മറക്കില്ല ചേട്ടാ. മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. நீங்க எங்கேயும் போகலையா? ஐயா, வியாயாமம் கத்தி கொடுக்கறதுக்கு வேற ஆளை தேட வேண்டாம். எல்லாம் நம்ம சிவனுக்கு தெரியும். வியாயாமம் கத்தி கொடுக்கறதுக்கு தெரியுமா?
വ്യായാമം അറിയാം, കത്തി കൊണ്ട് ആ, കത്തി കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കരുത്, ചൊല്ലി കൊടുക്കരുത്. தெரியுமா? ആ അതറിയാം. அப்படின்னா நாளை காலையில என் பெங்களாவில வா. ആ வரட்டுமா? ശരി മുതലാളി. வா போலாம். ചെട്ടിയാര് തന്നതാ. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ ഇത് സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാവൂ. പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചിട്ടയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്തണം ശിവേട്ട. അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോഫി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ടൻ പറയുന്നത്? നീ ഒരു മണ്ടിയാണ്. നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്. ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അതും ഓർത്തിരുന്ന് ജീവിക്കണ്ടേ? ഇല്ല അന്ത്രൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാനിനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഖപോലത്തെ മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോ മോൾ എന്നോട് പറയുമായിരുന്നു, അന്തരൻ സൈക്കിൾ റിക്ഷ ചവിട്ടരുത്. ഞാൻ മമ്മിയോട് പറഞ്ഞു കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശവിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ടാൻ ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളെ ഞാനൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു നോക്കിയാണ്. അങ്ങനെ പറയരുത് അന്ത്രൂസ് ചേട്ടാ. ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ വരെ ഉണ്ടാക്കും. അന്ത്രൂസ് ചേട്ടാ, നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. കൊച്ച്, നീ എന്തോരമായി അനുഭവിക്കുന്നു. സാരമില്ല, അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലു, അന്ത്രൂസ് ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പതി ചോറ് വാങ്ങിച്ചില്ല.